ഇന്ന് നമുക്ക് പൊരിയുണ്ട ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി ശർക്കര ഞാൻ ആദ്യം പാവുണ്ടാക്കി, അത് കഴിഞ്ഞ ശേഷം ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് ഒന്നും കൂടി അത് വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ പാവ് റെഡിയായോ നോക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഒന്ന് ഉറ്റിച്ച് നോക്കിയാൽ മതി. അടിയിലേക്ക് പോയിട്ട് കട്ടിയായി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കിതിന് പൊരി ഇടാനുള്ള ടൈമായി. പൊരിയുണ്ട ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ പൊരി ഒന്ന് വറുത്തെടുക്കണം, ഒന്ന് ചൂടാക്കി എടുക്കണം. വാങ്ങിയ പാടെ ഉള്ള പൊരിയൊന്നും ഉണ്ടാക്കിയാൽ നന്നാവില്ല. ഒന്ന് ചീനച്ചട്ടി ചൂടാക്കി എടുക്കണം. എന്നിട്ടാണ് നമ്മൾ ശർക്കര പാവിലേക്ക് ഇടുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ശർക്കര പാവ് എല്ലാ പൊരിയിലും ആവുന്ന വിധത്തിൽ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കത് ഉരുട്ടിയെടുക്കാം. ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കണം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടില്ല, അടിയിൽ ചെറുതായിട്ട് കത്തുന്നുണ്ട്. പിന്നെ കൈ ഒന്ന് നനച്ച ശേഷം ഉരുട്ടിയെടുത്താൽ നല്ലതാണ്. നല്ലോണം ചൂടായി കരിഞ്ഞു പോകുമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ചീനച്ചട്ടി ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട്, ചൂട് തണിയാനും പാടില്ല, അടിയിലുള്ളത് കരിഞ്ഞു പോകാൻ പാടില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. എന്നിട്ട് കൈ നനച്ച ശേഷം നമുക്ക് ഓരോന്ന് ഉരുട്ടി ബോളാക്കി നമുക്ക് വെക്കാം. പിന്നെ അതെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ട് നമുക്ക് വെക്കാം. കുറേ ദിവസം ഇരിക്കും കേട്ടോ. ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചായക്ക് കൂട്ടാനൊക്കെ നന്നായിരിക്കും. കുട്ടികൾക്ക് ഒക്കെ കഴിക്കാൻ കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക. ഒരു 5 മിനിറ്റിൽ ഈ പലഹാരം റെഡിയാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പൊരിയുണ്ട ഇഷ്ടമില്ലാത്ത ആൾക്കാർ കുറവായിരിക്കും. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല കഴിക്കുമ്പോൾ നല്ല കാറ് മുറേ സൗണ്ട് ഉണ്ടാവും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.